സമ്മതിച്ചിരിക്കുന്നു. ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും ബുദ്ധി എങ്ങനെ നീ ഒളിപ്പിച്ചു വച്ചു മകനെ? എന്താ നിന്റെ മാമോദിസ പേര്? ശലോമോൻ. ഓ, അറിഞ്ഞിട്ട പേരാണ്. ഇത് വലിയ ചതിയായി പോയല്ലോ അച്ചു. സാരമില്ല, എല്ലാം നന്മയ്ക്കായി സംഭവിക്കുന്നെന്ന് വിശ്വസിക്കാനാണല്ലോ പഠിച്ചിട്ടുള്ളത്. എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ? ഏയ്, താൻ സമാധാനപ്പെടൂ. ഒച്ചയും ബഹളവും ഒന്നും വേണ്ട. ആ, വരൂ വരൂ വരൂ. ഇരിക്കൂ. എന്താ ഹാജിയാരെ മുഖത്തൊരു പ്രസാദക്കുറവ്? ആ പഹയന്മാരുടെ കാര്യം ആലോചിച്ചിട്ടാണ് അച്ചു. മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഇന്നലെ അടി വരെ എത്തിയെന്ന് കേട്ടു. അതിന്റെ ഇടയ്ക്ക് ആ പാവം കുട്ടികളും. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ പ്രയോജനം ഇല്ലാതെ വരും. ശരിയാണ്. ഹാജിയാരൊരു കാര്യം ചെയ്യൂ. നാളെ വൈകിട്ട് രണ്ടുപേരെയും വീട്ടുകാരടക്കം ഇവിടെ ഒരു കാപ്പിക്ക് വിളിക്കൂ. അച്ഛൻ ക്ഷണിച്ചു എന്ന് പറഞ്ഞാൽ മതി. നാളെയോ? നാളെ തന്നെ. പിന്നീടായാൽ ചിലപ്പോൾ ഒന്നിനും കഴിഞ്ഞില്ല എന്ന് വരും. ശരി. ശരിയെന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. തങ്കപ്പൻ പിള്ളയെയും കുടുംബത്തെയും വിളിക്കുന്നു എന്നറിഞ്ഞാൽ അയ്യപ്പൻ പിള്ളയും കുടുംബവും വരില്ല. അത് പിന്നെ ഞമ്മക്കറിഞ്ഞൂടെ? ഈ പഹയനെ വിളിച്ചെന്നറിഞ്ഞ ആ പഹയൻ വരും. അപ്പോഴോ? അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. തമ്മിൽ അറിയാതെ അവരുടെ വീടടക്കം നമ്മൾ ഇവിടെ കൊണ്ടുവരാം. പടച്ചോനെ ഇതൊന്ന് യോജിച്ച് കിട്ടിയാൽ മതി. വരൂ. അല്ല, അച്ഛൻ അവിടെ സംസാരിച്ച് തീർന്നില്ലെങ്കിലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. വേണ്ട അയ്യപ്പൻ പിള്ളേ, നിങ്ങൾ അകത്തേക്ക് വരൂ. അല്ല, അച്ഛൻ അവരോട് വല്ലതും സംസാരിക്കാനുള്ളത് ഞങ്ങൾ കുറച്ചു നേരം പുറത്തിരിക്കാം. തങ്കപ്പൻ പിള്ളേ അവിടെ ഇരിക്കൂ. ചേട്ടാ, ഒന്ന് ഇങ്ങോട്ട് വന്ന് ഇരിക്കടും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ അച്ഛന്റെ കൂടെയല്ലേ. കുറച്ചു നേരം ഒന്നിച്ചിരുന്നെന്ന് വെച്ച് വില കുറയുകയാണെ അങ്ങോട്ട് കുറയട്ടെ. ഇരിക്കവിടെ, ഇരിക്കുമോളെ. അവിടെ ഇരിക്കടും, ഇരിക്കാൻ. സന്തോഷമായി. ശത്രുത കുറച്ചു നേരത്തേക്കെങ്കിലും മറന്ന് അച്ഛനെ അനുസരിക്കാൻ രണ്ടുപേരും തയ്യാറായല്ലോ. ഹാജിയാർ ഇങ്ങനെ വേറിട്ട് നിന്നാൽ അച്ഛന് യൂദാസിനെ ഓർമ്മ വരും. ക്രിസ്തുദേവന്റെ അവസാനത്തെ അത്താഴത്തിന് യൂദാസും ഇങ്ങനെയാണ് നിന്നിരുന്നത്. ഒടുവിൽ ക്രിസ്തുദേവനെ ഒറ്റിക്കൊടുക്കുകയും ചെയ്തു. അല്ലോ, ഞമ്മൾ ഒറ്റിക്കൊടുക്കാനൊന്നുമില്ല. ദേ കൂട്ടത്തിൽ ഇരുന്ന് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. സ്നേഹത്തിൽ വിശ്വസിക്കുന്ന വാത്സല്യവാന്മാരായ പ്രിയ സഹോദരന്മാരെ, യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വരൂ കുട്ടി, നീ നല്ല സമയത്ത് തന്നെ വന്നു. അയ്യോ, സാറന്മാരോ? പെട്ടെന്ന് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്നെ എന്തിനാ മനസ്സിലാക്കുന്നേ? വേണ്ടായിരിക്കുന്നു, അങ്ങോട്ടല്ലേ. ഒരുമാതിരി മറ്റേ വർത്താനം പറയുന്നത്. അന്നും നീ എന്നെ പടലേക്ക് വെച്ചു. ഇന്നും അത് തന്നെയാണ് ഉദ്ദേശമെങ്കിൽ അച്ഛൻ ഇരിക്കുന്നു ഞാൻ നോക്കില്ല. എന്റെ സ്വഭാവം മാറും. തങ്കപ്പ, പോക്കിർത്തനം പറയരുത്. ഇവളാണോ ഭയങ്കരി അല്ലേ? എന്നാലും ഇവക്ക് വേണ്ടിയല്ലേ നിങ്ങളല്ലേ? മനസ്സറിയാത്ത കാര്യമാണ് എന്റെ പൊന്നു ഗൗരിക്കുട്ടി. തങ്കപ്പ, നീ കണ്ടോ? ഇന്ന് നിന്റെ കള്ളി ഞാൻ പുറത്താക്കും. എനിക്ക് ഇപ്പൊ അറിയണുണ്ടല്ലോന്ന്. എന്റെ പൊന്ന് കൗസ്, നിനക്ക് പിന്നെ എന്നെ സംശയമാണോ? എടാ, നിന്റെ മനസ്സിലെ കള്ളം 1000 കൊല്ലം നരകത്തിൽ കിടന്നാലും തീരുകയില്ല. അമ്പടി അവിടെ ഒരു നോട്ടം. അതെ, ഒരുമാതിരി ഒടുക്കത്തെ നോട്ടം. കഴിഞ്ഞിച്ചോറില്ലാത്ത വർഗം. ഇന്ന് രണ്ടോ നടന്നിട്ട് തന്നെ കാര്യം. അത് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. മതി, ഇത് യുദ്ധക്കളമല്ല, പള്ളിമേടയാണ്. നിങ്ങളെപ്പോലെ തന്നെ അതിഥിയായി വന്നതാണ് ഈ കുട്ടിയും.
ഇവളാണ് അച്ഛൻ എന്റെ കുടുംബം തകർത്തത്. ആ അച്ചാമ്മ എപ്പോ വന്നു? ഇന്നലെ വൈകിട്ട്. അപ്പോഴാണ് പിള്ളേരുടെ അപ്പൻ പറഞ്ഞത് അച്ഛൻ ആളെ വിട്ടിരുന്നു എന്ന്. ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു അച്ഛൻ. പൂനെയിലും ബോംബെയിലും ഒക്കെയായി 21 നാടകങ്ങളുണ്ടായിരുന്നു. അച്ചാമ്മയെ വിളിപ്പിച്ചത് ഇവിടെ പള്ളിയിലെ യുവജന വിഭാഗം ഒരു നാടകം അവതരിപ്പിക്കുന്നുണ്ട്. അതിന് അച്ചാമ്മയുടെ സഹായം വേണ്ടിയിരുന്നു. അയ്യോ, അതിനെന്താ അച്ഛോ, പള്ളിയുടെ കാര്യല്ലേ? സന്തോഷം, നീ നല്ലവളാണ്. എന്നച്ചാ ഇവള് പറ, അച്ഛൻ എവിടെ അറിഞ്ഞിട്ടാ? അച്ഛനറിയാം, അച്ചാമ്മ ഈ ഇടവകയിൽ നന്നായി നടക്കുന്ന ഒരു നാടക സംഘത്തിലെ നടി. കുടുംബ സ്നേഹത്തോടും ഈശ്വര ഭക്തിയോടും കൂടി ജീവിക്കുന്ന ഉത്തമയായ ഒരു സ്ത്രീ. എന്നിട്ട് ഇവരെന്ന് ആഫീസിൽ വന്നത് എന്ത് ബഹളമാണ് അവർ ഉണ്ടാക്കിയത്? അയ്യോ എന്റെ സാറേ, അഭിനയല്ലേ എന്റെ തൊഴില്. അവിടെ വന്ന് അങ്ങനെ ഒരു നാടകം കളിക്കണമെന്ന് പറഞ്ഞു. ഒരു നാടകത്തിന് പോയാൽ 100 രൂപ കിട്ടും. ഇതിന് 500 രൂപ തന്നു. ദേ ഇരിക്കുന്ന 2ാം പ്രതിയും 3ാം പ്രതിയും. ഇനി വേറൊരുത്തനുണ്ട്, ഈർക്കിലി പോലൊരു പയ്യൻ. അവനാണ് 1ാം പ്രതി. ഇവര് വന്ന് പറഞ്ഞപ്പോ ഞാനിതങ്ങ് സമ്മതിച്ചു. സുഖമില്ലാതെ കിടക്കുന്ന അതിയാൻ, 2-3 കുട്ടികളും. പ്രാരബ്ധം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് സാറേ. അപ്പോ കേട്ടതൊന്നും സത്യമല്ലായിരുന്നോ? അല്ലായിരുന്നു. വെറുതെ പറഞ്ഞുണ്ടാക്കിയതായിരുന്നോ? അതെ. അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയ കല്യാണം മുടക്കാൻ കുട്ടികൾ ഒപ്പിച്ചെടുത്ത കുസൃതിയാണ്. ഇപ്പോ അത് അവർക്ക് തന്നെ വല്ലൂരും വല്ലയിടത്ത് എത്തി നോക്കുമ്പോഴത്തേക്കും അത് കൊട്ടിക്കൊഴിച്ച് അയ്യപ്പൻ ചേട്ടനെ വേണം പറയാൻ. ഇത്രയും കൊല്ലത്ത് അടുപ്പ് ബന്ധം ഉണ്ടായിട്ട് തമ്മിൽ അറിയാൻ വയ്യാത്ത കൂട്ട് ആണുങ്ങളാണത്രേ. എന്തൊക്കെയാണ് സംഭവിച്ചപ്പോൾ ഇരു കൂട്ടർക്കും ബോധ്യമായല്ലോ. ഇത്രയേ ഉള്ളൂ. ഇനിയും ശത്രുത വച്ച് പുലർത്തി ഈ കുട്ടികളെ വിഷമിപ്പിക്കാനാണ് ആഗ്രഹമെങ്കിൽ ആകാം. എന്താ വേണ്ടതെന്ന് ഇരു കൂട്ടരും കൂടി തീരുമാനിക്കുക. ഈ ആഹാരമൊക്കെ കഴിച്ചിരിക്കുമ്പോഴേക്കും അച്ഛന് കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞ് വരാം. കഴിക്കും കഴിക്കും. കാര്യം ചെയ്തു തീർത്തു എന്ന സന്തോഷത്തോടെ അച്ഛന് പോകാം അല്ലേ? പോകുക? അതെ, സ്ഥലം മാറ്റമായി. ഇന്നലെ അരമനയിൽ നിന്നും കടലാസ് വന്നു. ഇടവകയിലെ ഭരണത്തിന് കൊള്ളാഞ്ഞിട്ടാണോ അതോ അതിലും നല്ലത് അരമനയിൽ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതാണെന്ന് കരുതിയിട്ടാണോ എന്തോ, രണ്ടായാലും അച്ഛന് സന്തോഷമേ ഉള്ളൂ. വരട്ടെ.